ഇന്നത്തെ നമ്മുടെ സംസാര വിഷയം ഇലക്ട്രിക്കൽ വയറുകളെ കുറിച്ചാണ്. അതിനു മുന്നേ ഞാനൊരു കഥ പറയാം. ഒരു ദിവസം എൻ്റെ കടയിലേക്ക് ഒരു കസ്റ്റമർ വരുന്നു. എനിക്കറിയാവുന്ന ആളാണ്. ആളുടെ വീട് പണി നടക്കുകയാണ്. വയർ പർച്ചേസ് ചെയ്യാൻ വന്നതാണ്. ഏതാണ്ട് ഒരു 30 കോയിലോളം വയർ വേണമെന്ന് പറഞ്ഞു. ഏതൊക്കെ ബ്രാൻഡാണ് എൻ്റെ കയ്യിലുള്ളതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പോളിക്യാബ് ഉണ്ട്, RR ഉണ്ട്, ഹാവൽസിൻ്റെ റിയോ ഉണ്ട്. അപ്പോൾ RRൻ്റെ വയറിൻ്റെ കൊട്ടേഷൻ തരാൻ പറഞ്ഞു. ഞാൻ പ്രൈസ് എഴുതി ആൾക്ക് കൈ കൊടുത്തു. ആൾ പോയി. 15 മിനിറ്റുകൾക്ക് ശേഷം എൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നു. ആളെന്നെ വിളിച്ചിട്ട് പറയാണ്, എടാ എനിക്ക് അതിലും വില കുറച്ച് ഫിനോലെക്സിൻ്റെ വയർ കിട്ടി, എന്നാൽ ഞാനത് എടുക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു ഏത് വയറാണ് ഫിനോലെക്സിൻ്റെ സിൽവറാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു സിൽവറിൻ്റെ അതേ ക്വാളിറ്റിയിൽ വരുന്ന ഹാവൽസിൻ്റെ റിയോ നമ്മുടെ അടുത്ത് ഉണ്ട് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്താണെങ്കിലും ഞാൻ പൈസ കൊടുത്തു, സാധനം എടുക്കുമെന്ന് പറഞ്ഞു. ഞാൻ എടുത്തോളാം. കഴിഞ്ഞു. ആ കഥ അവിടെ കഴിഞ്ഞു. ശരിക്കും സാധാരണക്കാർക്ക് വയറുകളെ കുറിച്ച് കുറച്ചും കൂടി ബോധവൽക്കരിക്കേണ്ടത് അത്യാവശ്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. മാർക്കറ്റിൽ ഒരുപാട് തരം വയറുകൾ നമുക്കിപ്പോൾ നിലവിൽ അവൈലബിൾ ആണ്. പോളിക്യാബിൽ തന്നെ 4 ടൈപ്പ് വയറുകളുണ്ട്. എത്തിരയുണ്ട്, പ്രൈമയുണ്ട്, FRLF എന്ന് പറഞ്ഞൊരു വയറുണ്ട്, മാക്സിമ പ്ലസ് അതായത് ഗ്രീൻ. ഇനി RRനാണെങ്കിലും സൂപ്പർ എക്സും കഴിഞ്ഞ് ഒരു 3-4 ടൈപ്പ് വയറുകളുണ്ട്. ഫിനോലെക്സിനാണെങ്കിൽ ഫിനോലെക്സ് ഗോൾഡ്, സിൽവർ. ഹാവൽസിനാണെങ്കിൽ ഹാവൽസ് റിയോ, സ്റ്റാൻഡേർഡ്, ഹാവൽസ് മാത്രമായിട്ട്. ഒരു കസ്റ്റമർ വരുമ്പോൾ അവർക്ക് അറിയില്ല ഇത് ഏത് വയറാണ് എടുക്കേണ്ടതെന്നുള്ളത്. മിക്ക ആളുകളും ഇലക്ട്രീഷ്യന്മാർ ഇന്ന വയർ വേണമെന്ന് പറഞ്ഞു, അതുകൊണ്ട് ഞാൻ എടുക്കാൻ പറ്റും എന്നുള്ളതാണ് പറയുന്നത്. അത് നല്ലത് തന്നെയാണ് കേട്ടോ. ഇലക്ട്രീഷ്യന്മാരെ അനുസരിക്കുന്നത് നല്ലതാണ് സത്യത്തിൽ, കാരണം അവർക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാം. ഇനി വയറുകൾ ശരിക്കും 2 ഗ്രേഡ് കോപ്പറിൽ ഉണ്ടാക്കുന്ന വയറുകളാണ് നമുക്ക് മാർക്കറ്റിലുള്ളത്. ക്ലാസ് 5ഉം ക്ലാസ് 2ഉം. ശരിക്കും ഇതൊരു ക്വാളിറ്റി ഗ്രേഡായിട്ടൊന്നും അല്ല കമ്പനി പറയുന്നത്. ഇത് ശരിക്കും ഒരു ഫ്ലെക്സിബിലിറ്റി ഗ്രേഡാണ്. അത് ഫ്ലെക്സിബിലിറ്റി കൂടും കുറയും അനുസരിച്ചാണ് ക്ലാസ് 5ഉം ക്ലാസ് 2 ആയിട്ട് ഇത് തരംതിരിച്ചിരിക്കുന്നത്. ഹൗസ് വയറിങ്ങിന് ക്ലാസ് 5 ആണെങ്കിലും മതി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പിന്നെ ക്ലാസ് 2 ഉപയോഗിച്ചാൽ നല്ലത് തന്നെ, അത് മോശമൊന്നും അല്ല ഞാൻ പറയുന്നത്. അപ്പോൾ ഇത് ഒട്ടും റെക്കമെൻഡബിൾ അല്ല, വയർ ഒന്നിനും കൊള്ളില്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇതിൻ്റെ വില വിവരങ്ങളെക്കുറിച്ച് നിങ്ങൾ അന്വേഷിക്കുമ്പോൾ മാർക്കറ്റിൽ അന്വേഷിക്കുമ്പോഴും വലിയ ചേഞ്ച് ഇല്ലാതെ തന്നെ എല്ലാ ഷോപ്പിലും നിങ്ങൾക്ക് വയറുകൾ മേടിക്കാൻ കിട്ടും. ബിക്കോസ് വയറുകളിൽ വലിയ മാർജിൻ ഇല്ല എന്നുള്ളത് ഒരു സത്യമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള തരംതിരിവുകൾ സാധാരണക്കാർ കൂടി മനസ്സിലാക്കിയാൽ, ഈ ക്ലാസ് 5ഉം ക്ലാസ് 2ഉം തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കിയാൽ അതിൻ്റെ വില വിവരങ്ങളെക്കുറിച്ച് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും എന്നുള്ളത് കൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇലക്ട്രിക്കൽ വയറുകളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ, നിങ്ങൾക്കറിയാവുന്ന അറിവുകളെല്ലാം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇതിൻ്റെ മറ്റ് തരംതിരിവുകളെക്കുറിച്ചും ഒക്കെ നമുക്ക് താഴെ ഡിസ്കസ് ചെയ്യാം. ഇനി അറിയേണ്ടവർ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിക്കുക. സബ്ജക്റ്റ് ഇഷ്ടപ്പെട്ടാൽ ഫോളോ ചെയ്യാൻ മറക്കണ്ട. ഓക്കെ.